ഇപ്പോഴൊക്കെയാണ് ഈ ഹജ്ജ് ക്ലാസ്സിൽ മക്കത്തെ കാബേനായിട്ട് വലിയ കാബ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യൻ്റെ അകവും പുറവും നന്നാകുന്നതിന് വേണ്ടിയാണ് പല ആളുകളും ത്വരീഖത്തിൽ പോകാറുള്ളത്. ആത്മീയപരമായി അവർക്ക് വളർച്ച ലഭിക്കണം, അവരുടെ മനസ്സ് ശുദ്ധീകരിക്കണം, ഇങ്ങനെയൊക്കെ താല്പര്യത്തിനാണ്. നമ്മളെ കീഴ്ശേരിയുള്ള പമ്പേഴ്സ് മൗലവി എന്ന് പറയുന്ന അബ്ദുസമ്മദും യഥാർത്ഥത്തിൽ പോയത് അങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനായി പമ്പേഴ്സ് മൗലവി സ്വന്തം അളിയനെ ഷെയ്ഖാക്കി തിരഞ്ഞെടുത്തപ്പോൾ അളിയൻ തന്നെ ലോക ഉടായ്പായതുകൊണ്ട് ഉടായ്പിൻ്റെ ആശാനായി വളരെയാണ് ശരിക്ക് പമ്പേഴ്സ് ചെയ്തിട്ടുള്ളത്. കാരണം ഷെയ്ഖായി തിരഞ്ഞെടുത്തൊരു മൊയ്തീനാണ്. അപ്പോൾ മുരീദുകൾക്ക് ഡബിൾ മൊയ്തത്തരം ഉണ്ടാകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇപ്പം അയാളുടെ ഈ പമ്പേഴ്സിൻ്റെ മനസ്സ് നിറച്ച് അസൂയയും കുശുമ്പും വൈരാഗ്യവും മാത്രം നൗഷാദിന് സമാനം, അല്ലെങ്കിൽ തൊഴിയൂര് നൗഷാദ് ഈ പറഞ്ഞ 3 സാധനങ്ങൾക്ക് ഒരേ രോഗമുള്ളത്. അങ്ങനെ അസൂയയും കുശുമ്പും വൈരാഗ്യം മാത്രം പൊതുവേദിയിൽ വന്നിട്ട് വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും പറയും. മുമ്പൊക്കെ തലച്ചോറുള്ള വർത്താനം പറയുമായിരുന്നു. ഇപ്പോൾ തീരെ തലച്ചോറില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിഷയദാരിദ്ര്യം നന്നായി അനുഭവപ്പെടുന്ന പമ്പേഴ്സ് എന്ത് പറയണമെന്നറിയാതെ ഇപ്പൊ പറഞ്ഞൊന്ന് കേട്ടു നോക്കി. ഇപ്പോഴൊക്കെയാണ് ഈ ഹജ്ജ് ക്ലാസ്സിൽ മക്കത്തെ കാബേനായിട്ട് വലിയ കാബ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. നമ്മൾ അമേരിക്കയിലെ മുട്ടിപ്പടിത്തങ്ങൾ മൂപ്പരാ വിഷയത്തിലൊക്കെ ഒരു നവോത്ഥാന നായകനാണല്ലോ. എന്താ മഹദിയിലൊക്കെ ഉണ്ടാക്കുന്ന കായമ്പാറങ്ങൾ നമ്മളെ പൂർവ്വകാല ഉസ്താദുമാർ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കരുത്. ഇതെല്ലാം കൂടി ഇങ്ങനെ ഉണ്ടാക്കിയ പിന്നെ മക്കത്തെത്തി ആ കാബക്ക് പുതുമ ഉണ്ടാവുമോ? ആ കാബക്ക് പുതുമ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. ക്ലാസ് പഠിച്ചാൽ മതിയല്ലോ. അതിനെന്തിനാ അത്രത്തോളം? എന്നിട്ട് അവിടുത്തെ ഹജ്ജ് ക്ലാസ് മാഷാ അല്ലാഹ്, ഇവര് വലിയ കാബ, എന്നിട്ട് കൂച്ചമ്പാറിന്റെ തവാഫും ഹജറുൽ അസ്വദ് മുത്തലും സംസം വള്ളും ഇതെല്ലാം കൊണ്ടാക്കി മിനായിലെ ഏറും മറ്റതൊക്കെ അവിടെ തന്നെ. ഇവിടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾപ്പാപ്പ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾപ്പാപ്പ മാത്രമല്ല ഹജ്ജ് ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെയും കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക എന്നൊരു വാക്കുകൾ കേട്ടോ, അതും പറയും. കാരണം ഗ്ലോബൽ ഷെയ്ഖിൻ്റെ ഗ്ലോബൽ വില്ലേജിൽ വേഷം മാറി തെണ്ടിയ ഷെയ്ഖിൻ്റെ മുരീദായത് കൊണ്ട് ആ ജാതി പദപ്രയോഗങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഖലീൽ തങ്ങൾ പാപ്പ മാത്രമല്ല ഹജ്ജ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വേറെയും കുറേ ആൾക്കാർ നടത്തുന്നുണ്ട്. എന്തോ പറയാത്തത്? അവിടെയൊക്കെയും പഴയ കാലത്തെ പോലെ പലകമനാക്കിയിട്ട് ബോർഡാക്കി എഴുതിയിട്ട് ഒരു ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിൽ ഇന്നോടത്താണ് റുക്നുൽ യമാൻ, ഇതാണ് ഹജറുൽ അസ്വദ്, ഇതാണ് മഖാം ഇബ്രാഹിം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇപ്പോൾ ഉള്ളത്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കാലഘട്ടം അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഒരു 96-ലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന കിതാബ് വെച്ച പലക, ഞങ്ങളെ നാട്ടിൽ നാക്കാലി പലക എന്ന് പറയും, മുമ്പിൽ വെച്ച ആ പലക, അത് വെച്ചിട്ട് ഇതാണ് റുക്നുൽ യമാൻ, ഇതാണ് ഹജറുൽ അസ്വദ്, ഇതാണ് മഖാം ഇബ്രാഹിം, ഇതാണ് മത്താഫ്, ഇതിലാണ് തവാഫ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പലക വെച്ച് കാണിച്ചു തരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അങ്ങനെ തന്നെ ഇതുപോലെ ഹജ്ജ് ക്ലാസ്സുകളിൽ, ഹജ്ജ് ക്ലാസ് എന്ന് പറയുമ്പോൾ 60-70 വയസ്സായ ആളുകൾ അവർ ജീവിതത്തിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കാണാത്തവരാണ്. അവർക്കിത് ഖൽബിൽ തസവ്വുറാകണമെങ്കിൽ അതിൻ്റെ ഒന്നെങ്കിൽ രൂപം കാണണം. നമ്മളത് എപ്പോഴും ബോർഡിന്മേൽ ചിത്രം വരച്ച് കൊടുക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്ന ക്ലാസ്. പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേ സമയത്ത് അപ്പോഴാണ് ഒരു കാബയുടെ രൂപമുണ്ടാക്കി അത് പഠിപ്പിക്കുന്ന പല പരിപാടികളും, അത് ഇന്നതാണ് ഇന്ന സ്ഥലത്ത് ഇന്നതാണ് ഇന്നത് എന്നുള്ളത് കണ്ടപ്പോൾ പല ആളുകൾക്കും നമ്മൾ ഈ ബോർഡുമേ ചിത്രം വരച്ച് കാണിച്ചു കൊടുക്കുന്നതിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറ്റേ ഒരു സംവിധാനം, പഴയ പോലെ തന്നെ ഇപ്പോഴും ബഷീർ ഷഗീറി കുനിയൻ അമ്മിമത്തന്നെ എന്നുള്ള ആ രൂപമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതിന് മാറ്റം ഉണ്ടാവും. പാഠപദ്ധതികൾക്കും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നുള്ളതിന് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കാബയുടെ രൂപമുണ്ടാക്കുകയും ഹിജ്ർ ഇസ്മായിൽ ഇതാണ്, മഖാം ഇബ്രാഹിം അതാണ് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ പല ആളുകൾക്കും
ആ ക്ലാസ്സിനേക്കാളും മുന്തിയത് ഇതാണ്. എന്തുകൊണ്ട്? ഇത് കഅബൻ്റെ ശരിയായ രൂപം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. ആർക്കത് മനസ്സിലാകുന്നത്? 10-65 വയസ്സായ ആളുകൾ, ജീവിതത്തിൽ മക്കയും മദീനയും കാണാത്ത ആളുകൾ, ഇവർക്ക് കഅബ എന്താണെന്ന് അറിയില്ല, തവാഫ് എന്തെന്ന് അറിയില്ല. ഇത്തരം കാണാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംവിധാനം. ആ സംവിധാനം ആൾക്കാരുണ്ടാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഏതാണെങ്കിലും ഇത് പഠനാവശ്യത്തിന് വേണ്ടി, താലീമിന് വേണ്ടിയുള്ളതാണ്. താൽക്കാലികം ഉണ്ടാക്കിയതുമാണ്. അല്ലാതെ അബ്രഹത്ത് രാജാവ് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കലല്ല, അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കപ്പെടാൻ ഉണ്ടാക്കിയതല്ല, ഇതിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യാനുള്ളതും അല്ല. ഇത് തൽക്കാലം പഠനാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അത് തെറ്റാന്ന് എവിടെയും പറയുന്നില്ലതാനും ഉണ്ടോ? അതേ സമയത്ത് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. എന്തുകൊണ്ടില്ല? ഇപ്പോൾ ജീവനുള്ള വസ്തുവിൻ്റെ രൂപമുണ്ടാക്കുക എന്ന ഇസ്ലാമിൽ നിഷിദ്ധമായൊരു സംഗതിയാണ്. ജീവനുള്ള വസ്തുവിൻ്റെ രൂപം ഉണ്ടാക്കുക എന്നുള്ളത്. അത് തന്നെയും ആരാധിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന അതേ രൂപമല്ലല്ലോ ചെറിയ പെൺകുട്ടികൾക്ക് അവർക്ക് മാതൃത്വം പഠിക്കുന്നതിന് വേണ്ടി പാവക്കുട്ടിയെ പോലും കൊടുക്കുക എന്നുള്ളതാണ്. പാവക്കുട്ടി എന്ന് പറയുമ്പോൾ അതിന് കയ്യും കാലും മൂക്കും നാക്കൊക്കെ ഉള്ള പാവക്കുട്ടിയെ ചെറിയ പെൺകുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് മാതൃത്വം എങ്ങനെയാണ് ശിശുവിനെയൊക്കെ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ എവിടുന്ന് കിതാബ് ഓതി പഠിച്ച ചങ്ങായി? ഇതൊക്കെ നോക്കണ്ട, ഫിക്കിൻ്റെ കിതാബ് കാണാം. താലീമിന് വേണ്ടിയിട്ട് ആ രൂപത്തെ കൊടുക്കാം, പാവക്കുട്ടിയെ കൊടുക്കാം. അതേ സമയത്ത് ആരാധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റൂല. തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെ നൗഷാദിന് തിരിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുരുവട്ടൂരിസം ഈ പറഞ്ഞതിന് കണ്ണിന് തിമിരം മൂടി എന്ന് പറഞ്ഞതുപോലെ കുരുവട്ടൂരിസം മൂടിയിട്ട് ഇതൊക്കെ മറന്നതായിരിക്കും. അപ്പം ഇതാണ് സംഗതി. ചില സംഗതികളൊക്കെ പഴയ കാലത്ത് നമ്മളെ ഉലമാക്കൾ അത് ഉചിതമല്ലാന്ന് പറഞ്ഞിരുന്നു. അത് ശരിയെന്ന് യാതൊരു സംശയമില്ല. അതേ സമയത്ത് ഈ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി. അത് തന്നെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പാപ്പാനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുക. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ മറ്റുള്ളവരും കൂടി വിമർശിക്കേണ്ട. ഇവിടെ വേറെ എത്രയോ സ്ഥലത്ത് ഇതുപോലെ രൂപം ഉണ്ടാക്കി കഅബയുടെ അതേ രൂപം ഉണ്ടാക്കി കണ്ട് പറയുന്നുണ്ട്. അത് പഠനാവശ്യത്തിന് വേണ്ടിയാണ്. ഇതിലിപ്പം കാര്യപ്പെട്ട് ഇവൻ പറയുന്നത് എന്താണെന്നറിയോ? പറയുന്നത് കേട്ടോക്കി. ചില ആളുകൾ അവിടെ തിരി പറയുന്നത് മഹദീനത്തെ കഅബന്റെ അത്ര അല്ല, അതിന്റെ ഹാജി ക്ലാസ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇതിന് പ്രഥമമായ എൻ്റെ മറുപടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുരുവട്ടൂർ KC അബ്ദുള്ളാൻ്റെ കോണകവെള്ളം കുടിച്ച ആരെങ്കിലും പറഞ്ഞതായിരിക്കും. കാരണം മക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ പവിത്രമായ കഅബ ഷരീഫ് കണ്ടപ്പോൾ ഈ കഅബക്ക് വലിപ്പം പോരാ, ഖലീൽ തങ്ങൾ പാപ്പ ഉണ്ടാക്കിയ ആ കഅബക്കാണ് ഇതിനെക്കാട്ട് ഉഷാർ എന്ന് പറയണമെങ്കിൽ അത് കുരുവട്ടൂർ KC അബ്ദുള്ളാൻ്റെ കോണകം കഴിക്കുക വെള്ളം കുടിച്ചവനല്ലാതെ വേറെ ശരിയായ തലച്ചോറുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഏതാണെങ്കിലും കുരുവട്ടൂരിയായ പമ്പേസ് മൗലവിയോട് അത് പറഞ്ഞു തന്നിട്ടുണ്ടാകുക നിന്റെ അളിയൻ്റെ കോണക വെള്ളം കുടിച്ചവനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കഅബയുടെ രൂപം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ പലരും ഉണ്ടാക്കാറുണ്ട്, കേരളത്തിൻ്റെ പുറത്തുള്ളവരുണ്ടാക്കാറുണ്ട്. അത് ഈ സംഗതിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ചിത്രം വരച്ച് കാങ്ങണേക്കാളും ഫോട്ടോ കാങ്ങണയും കാട്ടിയൊക്കെ വളരെ ഉഷാറായ രൂപത്തിൽ പെട്ടെന്ന് മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അത് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപമാണ്. അപ്പം മനസ്സിലാവും ഇന്നോടത്ത് റുക്കുനുൽ യമാൻ, ഇന്നോടത്ത് ഹജറുൽ അസ്വദ്, ഇന്നോടത്ത് ഹിജർ ഇസ്മായിൽ, അങ്ങേപ്പുറത്ത് മഖാമ ഇബ്രാഹിം, ഇങ്ങേപ്പുറത്ത് ഇതാണ് മത്വാഫ്, ഇതിലൂടെ ചെയ്ത ഇതാണ് ത്വവാഫ്. ഇത് പെട്ടെന്ന് ഖൽബിൽ തസവ്വുറാകുന്ന രൂപത്തിൻ്റെ പഠപദ്ധതിയാണ് ഇപ്പോൾ ഹജ്ജ് ക്ലാസ്സുകളിൽ നടക്കുന്നത്. അതിനെയാണ് വിമർശിച്ച് ഈ പറഞ്ഞ കുരുവട്ടൂർ KC അബ്ദുള്ള വിമർശിച്ചിട്ടുള്ളത്. KC അബ്ദുള്ള അല്ല, അബ്ദുള്ളയുടെ കോണകവെള്ളം കുടിച്ച അളിയൻ കൂടിയായ പമ്പേസ് മൗലവി വിമർശിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വിമർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സത്യത്തിൽ വിഷയദാരിദ്ര്യമാണ്. കാര്യപ്പെട്ട ഒന്നും പറയാനില്ലാതെ കാണുമ്പോൾ പല്ല് കുത്തി കേൾപ്പിക്കുക എന്നുള്ളത് പോലെയുള്ള ഒരു ദുരന്തയാണ് ഇപ്പോൾ കുരുവട്ടൂരി ത്വരീഖത്തിൽ ബാധിച്ചിട്ടുള്ളത്.